കിഴക്കിന്റെ വെനീസിൽ ഇന്ന് ജലോത്സവ മേളപ്പെരുക്കം 71ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് പുന്നമടക്കായലിൽ തുടക്കമായി. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചു. 21 ചുണ്ടൻ വള്ളങ്ങളടക്കം 75 കളിവള്ളങ്ങൾ പുന്നമടയിലെ അങ്കത്തട്ടിൽ പോരിനിറങ്ങും. വൈകുന്നേരം 4ഓടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ നടക്കും. നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. സുധീഷിലേക്ക് പോകുന്നു. സുധീഷ്, എന്താണ് വിവരങ്ങൾ? ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചുവല്ലോ. ധോണി, ഇപ്പോൾ ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ആരംഭിച്ചത്. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരമാണ് ഉച്ചയ്ക്ക് മുമ്പ് പൂർത്തിയാക്കേണ്ടത്. അതിൽ ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ 2 ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ ഫലപ്രഖ്യാപനം വന്നിട്ടില്ല. വരും നിമിഷങ്ങളിൽ ആ ഫലപ്രഖ്യാപനവും വരും. ഇതിൽ വിജയിക്കുന്ന ആദ്യ സ്ഥാനക്കാരാവും ഫൈനലിലേക്ക് മത്സരിക്കുക. ഇരുട്ടുകുത്തി വിഭാഗത്തിൽ മാത്രം 3 വിഭാഗങ്ങളിലായി 37 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. 21 ചുണ്ടൻ വള്ളങ്ങൾ ഈ പ്രാവശ്യത്തെ നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ കാണാനുള്ള വലിയ ആവേശത്തോടെയാണ് ഓരോ കരയിൽ നിന്നും കാണികളെല്ലാം തന്നെ എത്തിയിട്ടുള്ളത്, ജലോത്സവ പ്രേമികൾ എത്തിയിട്ടുള്ളത്. എത്രത്തോളം ആവേശത്തോടെയാണ് ഈ ജലോത്സവത്തെ? വളരെ സന്തോഷമുണ്ട്. കുട്ടനാട്ടുകാരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഉത്സവമാണ്, ഞങ്ങളുടെ മാമാങ്കമാണ്. വളരെ സന്തോഷം. നാടിനൊപ്പം ഞങ്ങളും ചേരുന്നു. എല്ലാ വർഷവും വരാം? എല്ലാ വർഷവും വരാറില്ല, പറ്റുന്ന വർഷങ്ങളിലൊക്കെ വരാറുണ്ട്. നിങ്ങളായിട്ടപ്പം കാണാറുണ്ട്? തീർച്ചയായിട്ടും ടി വിയിൽ എല്ലാ വർഷവും അത് കാണാറുണ്ട്. വരാൻ പറ്റാത്ത വർഷങ്ങളിൽ ടി വിയിൽ മസ്റ്റായിട്ട് കാണുന്ന കാര്യം തന്നെയാണ്. ഏതെങ്കിലും ചുണ്ടനെ അനുകൂലിച്ചാണ്? BBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മേൽപ്പാടം ചുണ്ടനിൽ തുഴയുന്നു. മേൽപ്പാടം ചുണ്ടനിൽ തുഴയുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിനെ അനുകൂലിച്ചാണ് കുട്ടനാട്ടിൽ നിന്നും ഒരാൾ എത്തിയിട്ടുള്ളത്. പള്ളാത്തുരുത്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ 2018 ശേഷം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വള്ളങ്ങളാണ് സ്ഥിരമായി ജയിക്കുന്നത്. അത് 5 വർഷം ജയിച്ചിട്ടുണ്ട്. ഇത് തുടർച്ചയായി 6ാം ജയം, അതായത് ഡബിൾ ഹാട്രിക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ എത്തിച്ചേരുന്നത്. എത്രത്തോളം അവരുടെ പ്രതീക്ഷകൾ കാക്കും എന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തുതന്നെ ആയാലും ഈ നെഹ്റു ട്രോഫിക്ക് എത്തുന്ന ഓരോ ചുണ്ടൻ വള്ളങ്ങളും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനത്തോടെ, ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തോടെയൊക്കെയാണ് എത്തിയിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ തന്നെ ഓരോ ചുണ്ടൻ വള്ളങ്ങളുടെ ആരാധകർക്കും ഓരോ ബോട്ട് ക്ലബ്ബുകൾക്കുമുണ്ട്. അവരുടെ ഒരു പ്രതീക്ഷ എത്രത്തോളമാണ്? ഇപ്പോൾ കാരിച്ചാൽ ചുണ്ടനെ അനുകൂലിച്ചെത്തിയവരിലേക്ക് കാരിച്ചാൽ ചുണ്ടൻ സ്വന്തം കരയിൽ നിന്നുള്ള ടീമാണ്. ഓക്കെ, ഈ പ്രാവശ്യം സ്വന്തം കരയിൽ നിന്നുള്ള ടീമാണ് വരുന്നത്. ജയിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. എങ്ങനെയുണ്ടായിരുന്നു? ട്രയലൊക്കെ കണ്ടിരുന്നു? ട്രയൽ കണ്ടിരുന്നു. നല്ല സൂപ്പർ ട്രയലായിരുന്നു. നല്ലൊരു പ്രകടനം ഈ പ്രാവശ്യം കാഴ്ചവെക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഹീറ്റ്സിൽ ശക്തരായ എതിരാളികളില്ല, അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് തോന്നുന്നു? ഇല്ല, ഹീറ്റ്സ് ഇപ്പം ടൈമിങ്ങിലാണല്ലോ. ശക്തരായ എതിരാളില്ലെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ തുഴഞ്ഞ് ഫൈനൽ നല്ലൊരു ടൈം ഫൈനലിലെത്തും പ്രതീക്ഷിക്കുന്നു. അതുതന്നെയാണ്, നല്ല പരിശീലനമാണ്. ആ പരിശീലനം ഇവിടെ ഫലം ചെയ്യും. നല്ല ചുണ്ടനുമാണ്. ആ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് കാരിച്ചാൽ ചുണ്ടനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവർ ഇപ്പോൾ കാരിച്ചക്കരയിൽ നിന്ന് ആൾക്കാർ നിറഞ്ഞ് ഇവിടെ പുന്നമട തന്നെ നിറച്ചിരിക്കുകയാണെന്ന് പറയാം. എത്രത്തോളം കപ്പുമായിട്ടേ പോകത്തുള്ളൂ. ഞങ്ങൾ കപ്പും കൊണ്ടേ പോകത്തുള്ളൂ. കപ്പുമായിട്ടേ ഇപ്രാവശ്യം മടങ്ങി പോകത്തുള്ളൂ. ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്കായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം ഞങ്ങൾ അപ്പുറത്ത് കപ്പുമായിട്ടേ മടങ്ങി പോകത്തുള്ളൂ. കരയെന്നുള്ള ടീം എങ്ങനെയാണ്? പൂർണ്ണ സെറ്റ് സ്ട്രോങ് ടീമാണ്. ഇത്തവണ നമ്മൾ തന്നെയാണ് തുഴയുന്നത്. നമ്മൾ കരക്കാരുടെ ടീം തന്നെയാണ് ഇത്തവണ തുഴയുന്നത്. അങ്ങനെ അത് പുതിയൊരു ഇതിന് നമ്മൾ കരക്കാർ തുടക്കം കുറിച്ചേക്കുവാണ്. കാരിച്ചാൽ ചുണ്ടനെ സംബന്ധിച്ചിടത്തോളം 16 തവണ വെള്ളിക്കപ്പിൽ മുത്തമിട്ട ഒരു ചുണ്ടൻ വള്ളമാണ്. ആ ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പോൾ കാരിച്ചാൽ ചുണ്ടൻ്റെ കാരിച്ചാൽ ബോട്ട് ക്ലബിൻ്റെ സെക്രട്ടറി തന്നെ ഇവിടെയുണ്ട്. സെക്രട്ടറി ജീവൻ, നമസ്കാരം. കുഴപ്പമില്ല, നല്ല ആത്മവിശ്വാസത്തിലാണ്. നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. എല്ലാ ദിവസത്തെ ട്രയലും ഒക്കെ ആയിരുന്നു. എങ്ങനെയായിരുന്നു ട്രയൽ? എവിടെയായിരുന്നു? 25 ദിവസത്തെ ട്രയലോളം ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും നല്ല ഫിറ്റായിട്ടാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രാക്ടീസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാം ഈശ്വരാനുഗ്രഹത്തിലിരിക്കും. പുറത്തു നിന്നുള്ള തുഴച്ചിൽക്കാരും ഉണ്ട്. ഒരു 25% ഇത് കയറ്റാൻ പറ്റുന്ന എത്ര അളവിൽ പുറത്തുനിന്നുള്ള പ്രൊഫഷണൽസ് ഉണ്ട്. പുറത്തു നിന്നുള്ള പ്രൊഫഷണൽ തുഴച്ചിൽക്കാരെ അടക്കം അണിനിരത്തിക്കൊണ്ടാണ് ടീം സജ്ജമാക്കിയിരിക്കുന്നത്. അതിൻ്റെ പരിശീലനമെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ഇരുട്ടുകുത്തി ബി ഗ്രേഡിൻ്റെ ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കുകയാണ്. അതിൽ ഒരു വള്ളം തുഴഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വലിയ ആവേശമുള്ള മത്സരമാണ്. എന്നാൽ ഇതിവിടെ ഒരു വള്ളം മാത്രമായാണ് തുഴഞ്ഞു കയറി വരുന്നത്. ഓരോ ഹീറ്റ്സിലും നിരവധി വള്ളങ്ങൾ ഉള്ളതാണ്. അത്തരത്തിൽ വലിയ വാശിയോടെ തന്നെ മത്സരിക്കുന്ന ഒരു വിഭാഗമാണ്. എന്നാൽ ഈ ഒരു ഹീറ്റ്സിൽ മറ്റു വള്ളങ്ങൾ വളരെ പുറകിലായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഏതാണ്ട് 5-6 വള്ളപ്പാടുകൾക്ക് പുറകിലാണ് മറ്റ് വള്ളങ്ങൾ വരുന്നത് എന്നതാണ്.
അതായത് അത്രയ്ക്കും ഈ ടീമിന് മേൽക്കൈ ഉണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഫൈനലിലേക്ക് എത്തുന്ന ഒരു ടീമായി തന്നെ കാണാം. ഇതിൻ്റെ എല്ലാം മുൻപ് ഓരോ ഹീറ്റ്സിലും വിജയിക്കുന്നവരായിരുന്നു ഫൈനലിലേക്ക് വരുന്നതെങ്കിൽ ഇപ്പോൾ അത് മാറി ഈ മൊത്തം വള്ളങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന വള്ളങ്ങൾ, അതിൽ 4 വള്ളങ്ങളാണ് ഫൈനലിലേക്ക് വരുന്നത്. ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അത് സംസ്ഥാനത്തിന് പുറത്തു നിന്നായാലും രാജ്യത്തിന് പുറത്തു നിന്ന് അടക്കമുള്ളവർ ഇവിടെ നെഹ്റു ട്രോഫി കാണുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം തന്നെ വലിയ ആവേശത്തിലുമാണ്. ഓരോരുത്തരുടെയും മനസ്സിൽ പലപ്പോഴും ഓരോ വള്ളങ്ങളുടെ ഒരു ആരാധന കാണും. എന്നാൽ അത് അല്ലാതെ ഇത് മൊത്തത്തിലുള്ള ഈ വള്ളത്തിൻ്റെ തുഴച്ചിലും വള്ളത്തിൻ്റെ ആകാരഭംഗിയും എല്ലാം കണ്ട് ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെ വരുന്നവരുമുണ്ട്. അത്തരത്തിൽ അനേകം പേർ ഇവിടേക്ക് എത്തിച്ചേർന്നു എന്നത് തന്നെയാണ് പറയേണ്ടത്. എവിടെ നിന്നാണ് എത്തുന്നത്? നെഹ്റു ട്രോഫി കാണാനതിന് മുമ്പ് വന്നിട്ടുണ്ടോ? ഞാൻ തിരുവല്ലയിൽ നിന്ന്, ഇയാൾ പൂനെന്ന്. തിരുവല്ലയിൽ നിന്നാണ് നെഹ്റു ട്രോഫി കാണാൻ? ഇല്ല, ഇത് ഫസ്റ്റ് ടൈം. നെഹ്റു ടി വിയിലൊക്കെ കണ്ടുള്ള ഒരു അനുഭവം? ഇല്ല, ഞങ്ങൾ ആലപ്പുഴയിലോട്ട് വന്നപ്പോൾ കേട്ടതാ ഇത് 30-ാം തീയതി ഉണ്ടെന്ന്. അപ്പം അങ്ങനെ വന്നതാ. എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല. വലിയ ആവേശമാണ്. ഈ കരക്കാരുടെ എല്ലാം വലിയ ഒരു ആവേശത്തോടെയാണ് 21 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കും. മൊത്തം 75 കളിവള്ളങ്ങളുണ്ട്. അങ്ങനെയാണ് ഓരോരുത്തരും ഇവിടെ ആലപ്പുഴയിലേക്ക് വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി എത്തിയപ്പോൾ ഇവിടേക്ക് വന്നു എന്ന തരത്തിലാണ് പലരും. പൂനെയിൽ നിന്നുള്ള ഒരു വ്യക്തിയും അടക്കമാണ് വന്നത്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ നെഹ്റു ട്രോഫി കാണാനായി എത്തിച്ചേരുകയാണ്. 2 മണിക്കാണ് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം. അതിനുശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് ആരംഭിക്കും. 21 ചുണ്ടൻ വള്ളങ്ങൾ 6 ഹീറ്റ്സിലായാണ് മത്സരിക്കുന്നത്. ആദ്യ 4 ഹീറ്റ്സിൽ 4 ചുണ്ടൻ വള്ളം വീതമുണ്ട്. 5-ാം ഹീറ്റ്സിൽ 3 ചുണ്ടനും 6-ാം ഹീറ്റ്സിൽ 2 ചുണ്ടനുമാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും ആവേശം പ്രതീക്ഷിക്കുന്നത് 3-ാം ഹീറ്റ്സ് ആണ്. കാരണം നിലവിലെ ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ മേൽപ്പാടം ചുണ്ടനും അതോടൊപ്പം തന്നെ UBC കൈനകരി തുഴയുന്ന തലവടി ചുണ്ടനും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു ഹീറ്റ്സ് കൂടിയാണ്. എന്നാൽ ഈ 2 വള്ളങ്ങൾക്കും ഫൈനലിൽ കയറാം. അവിടെ ഒരു വള്ളം അല്പം പിന്നിലായാലും മൊത്തത്തിലുള്ള സമയം നോക്കുന്നത് കൊണ്ട് തന്നെ ആ വള്ളങ്ങൾക്കും ഫൈനലിൽ വരാം എന്നതാണ്. അപ്പോൾ വലിയ ആവേശത്തോടെ കാണുന്നു. ഇവിടെയും കാണികൾ ആവേശത്തോടെ തന്നെ ഇരിക്കുകയാണ്. എത്രത്തോളം ആവേശത്തിലാണ് ഈ വള്ളംകളിയെ കാണുന്നത്? പള്ളാത്തുരുത്തിയുടെ ചരിത്രം 2018 തുടങ്ങിയ PBCയുടെ ജയിത്ത യാത്ര ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ തുടർച്ചയായി 5 തവണ നെഹ്റു ട്രോഫിയുടെ ചരിത്രം, പുന്നമയുടെ ചരിത്രം തങ്കലിപികളാൽ ഞങ്ങൾ ഇന്ന് എഴുതപ്പെടാൻ പോകുകയാണ്. ഡബിൾ ഹാട്രിക് അടിക്കുക. ഹാട്രിക് ചരിത്രമാണ്. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന തലമുറകൾക്കും ഇനി വരാൻ പോണ തലമുറകൾക്കും നെഹ്റു ട്രോഫിയുടെ ചരിത്രം ഞങ്ങൾ തങ്കലിപികളാൽ ഇന്നിവിടെ എഴുതപ്പെടാൻ പോവുകയാണ്. വ്യക്തമായ ലീഡിലൂടെ ഞങ്ങൾ ഇന്ന് ഡബിൾ ഹാർട്ടിക്ക് നേടിയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ജയിച്ചെങ്കിൽ ഇപ്രാവശ്യം വ്യക്തമായ ലീഡോടെ പള്ളാത്തുരുത്തി തന്നെ മേൽപ്പാടം ചുണ്ടനിൽ വെള്ളിക്കപ്പിലേക്ക് തുഴഞ്ഞെത്തുമെന്നാണ് പറയുന്നത്. എത്രത്തോളം പ്രതീക്ഷിക്കുന്നു? ഇപ്രാവശ്യം ആദ്യമായിട്ട് വള്ളംകളിക്ക് കണ്ണൂരിൽ നിന്ന് ഒരു ചാർട്ടേഡ് ബസ്സിൽ വള്ളംകളി പ്രേമികൾ വന്നിരിക്കുകയാണ്. കണ്ണൂർ KSRTC ടൂറിസം സ്ഥലമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് ആകെ ഒരു ബസ്സേ അവതരില്ല, അത് കണ്ണൂരിലാണ്. 39 പേര്. ഈ നെഹ്റു ട്രോഫി ജലോത്സവത്തോടുള്ള താല്പര്യം? അതെ, നെഹ്റു ട്രോഫി ജലോത്സവത്തോടുള്ള താല്പര്യം കൊണ്ട് മാത്രം വന്നതാണ്. അതാണ് 39 പേരുമായി കണ്ണൂരിൽ നിന്നൊരു KSRTC ബസ്സിൽ ഒരു സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും നെഹ്റു ട്രോഫി TV-യിലും മറ്റും കണ്ടുള്ള അനുഭവം മാത്രമാണ്. അത് നേരിൽ കാണുക എന്ന വലിയ ആഗ്രഹത്തോടെയാണ്. സുധീഷ്, വരും മണിക്കൂറുകളിലും സുധീഷിലേക്ക് എത്താം.